സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ കുറവില്ല. വൻ വർധനയാണ് 2025 ഉണ്ടായത്. മരണനിരക്ക് കൂടുമ്പോഴും ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് വളരെ ആശങ്കയായി തുടരുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് മരിച്ച സച്ചിദാനന്ദന്റെ വീട്ടിലെ കിണർവെള്ളം പരിശോധനയ്ക്ക് അയക്കും. MG പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് കേസുകൾ കൂടുന്നതിനെ കുറിച്ച് പറയാൻ ചേരുന്നു. അതുപോലെ കോഴിക്കോട് സച്ചിദാനന്ദന്റെ മരണത്തെക്കുറിച്ച് പറയാൻ നിഖിൽ പ്രമേശുണ്ട്. ആദ്യം പ്രതീഷിലേക്ക്. പ്രതീഷ്, ഈ കേസുകൾ കൂടുന്നതിൽ ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ടോ? നമ്മളെയും ആശങ്കപ്പെടുന്ന കാര്യമാണത്. SKN കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ വലിയ വർധനവാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. 2024 50-ൽ താഴെ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2025 ആയപ്പോഴേക്കും ആ കേസുകളുടെ എണ്ണം 200 കടന്നു. 201 കേസുകൾ 2025 സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്ക് വ്യക്തമാക്കുന്നത്. 47 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ വർഷം മരിച്ചിട്ടുള്ളത്. ഇന്നലെ 2 മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ണെന്ന് സ്ഥിരീകരിച്ചു. അതൊന്ന് കോഴിക്കോടും ഒന്ന് തിരുവനന്തപുരത്തുമാണ്. കൂടുതൽ രോഗികൾ രോഗം ബാധിച്ച വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇപ്പോഴും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം. ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ ആശങ്കയായി ഇപ്പോഴും തുടരുന്നത്. നേരത്തെ മലിനജലത്തിലൂടെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പകരുന്നത് എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഈ മലിനജലങ്ങളിൽ കുളിക്കാത്തവർക്ക് പോലും രോഗം പടരുന്ന സാഹചര്യമുണ്ട്. അതാണ് പ്രധാനമായും ആശങ്കയുണ്ടാക്കുന്നത്. നിലവിൽ ഈ ചൂട് കൂടിയ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇനിയും കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. മലിനജലങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ വാട്ടർ ടാങ്കുകൾ കേന്ദ്രീകരിച്ചും ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും ക്ലോറിനേഷൻ നടത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. SKN അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സച്ചിദാനന്ദൻ കോഴിക്കോട് മരിച്ചത് ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആണ്. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ നിഖിൽ. SKN കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഛർദി ബാധിച്ചാണ് ഈ സച്ചിദാനന്ദൻ എന്ന 72-കാരൻ, അദ്ദേഹം കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശിയാണ്. അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരുന്നത്. തുടർന്ന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പ്രകടമാവുകയും പിന്നീട് ഇതാണ് അദ്ദേഹത്തിന് അസുഖമെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതിനിടെ ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സച്ചിദാനന്ദന്റെ വീട്ടിലെ കിണർ വെള്ളം ഇതിനോടകം തന്നെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഒരു ഘട്ടത്തിൽ തുടർച്ചയായി ജില്ലയിൽ ഇങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ ആശങ്കയിലായിരുന്നു ആരോഗ്യവകുപ്പെങ്കിലും പിന്നീട് കാര്യങ്ങൾ ബാക്ക് ടു നോർമലായി മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.